പിടി ചോറും കൊണ്ടുവന്ന് അതിനകത്ത് ഒരു മുട്ടക്രൂസിന്റെ ഇല, ഒരു അച്ചാറിന്റെ ഒരു മാങ്ങാ കഷ്ണം. ഒരു വീഡിയോ കണ്ട് ഒരു ചേച്ചി വലിയ സങ്കടത്തോടെ പറയുന്നതാണ്, ഞങ്ങൾക്ക് കിട്ടിയത് ഒരു പിടി ചോറും മുട്ടക്രോസ് തോരനും ഒരു മാങ്ങാച്ചാറിന്റെ കഷ്ണവും മാത്രമായിരുന്നു. നമുക്ക് ആ വീഡിയോയുടെ ക്ലിപ്പ് ഒന്ന് കണ്ടാലോ. ഒരു പിടി ചോറും കൊണ്ടുവന്ന് അതിനകത്ത് ഒരു മുട്ടക്രൂസിന്റെ ഇല, ഒരു അച്ചാറിന്റെ ഒരു മാങ്ങാ കഷ്ണം. കൂലിപ്പണി എടുത്താണെങ്കിലും ഞങ്ങളുടെ വില്ലേജിലെ സന്തോഷ് സാർ അവിടെ ഇരുന്നപ്പോ ഉണ്ടല്ലോ, സന്തോഷ് സാറ് ഞങ്ങൾക്ക് നല്ല ഭക്ഷണം കൊണ്ടി തന്നോണ്ടിരുന്നത്. സാറ് പോയ പിന്നെ ഞങ്ങളുടെ വെടിക്കെട്ട് തീർന്നു. എന്റെ പൊന്നു ചേച്ചി, ഇത് പ്രളയകാലത്തെ ദുരിതാശ്വാസ ക്യാമ്പാണ് കേട്ടോ, അല്ലാതെ 5 സ്റ്റാർ ഹോട്ടലിലെ ബൊഫേ സിസ്റ്റം ഒന്നും അല്ല. ആ സമയത്ത് ആയിരക്കണക്കിന് ആളുകളെ ഒരുമിച്ച് ജീവനോടെ സുരക്ഷിതരാക്കി നിർത്തുക എന്നതായിരുന്നു ആദ്യത്തെ ലക്ഷ്യം. അപ്പോൾ വയറ് നിറയാൻ ചോറും കറിയും കിട്ടിയെങ്കിൽ പോലും അത് പലർക്കും വലിയ ആശ്വാസമായിരുന്നു. ഇതുപോലെ പല ക്യാമ്പുകളിലും ആയിരക്കണക്കിന് ആളുകളാണ് ഉണ്ടായിരുന്നത്. അവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, അവിടുത്തെ ഗതാഗതം താറുമാറാണ്, റോഡുകൾ വെള്ളത്തിനടിയിലാണ്, വൈദ്യുതിയില്ല, കൃത്യമായിട്ടുള്ള ആശയവിനിമയം പോലും മുടങ്ങിയ ഒരവസ്ഥ. അതിലും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയോ, ഈ ക്യാമ്പിനുള്ളിലിരുന്ന് കിട്ടിയ ഭക്ഷണത്തെ മാത്രം വിലയിരുത്തുമ്പോൾ ക്യാമ്പിന് പുറത്ത് വെള്ളത്തിലിറങ്ങി അരക്കെട്ടോളം വെള്ളത്തിലിറങ്ങി ഭക്ഷണ പൊതികളുമായി ഓടി നടന്നവരെയും സ്വന്തം ജീവൻ പോലും പണയം വെച്ച് രക്ഷാപ്രവർത്തനം നടത്തിയവരെയും മറക്കരുത്. ഇനി മറ്റൊരു കാര്യം, ആരെയെങ്കിലും സഹായിക്കാൻ സർക്കാരിന്റെ പദവിയോ അധികാരമോ ഒന്നും വേണമെന്നില്ല. അങ്ങനെ വേണോ? ഒരിക്കലും വേണ്ട. ഒരു മനസ്സുണ്ടെങ്കിൽ മാത്രം മതി. ഏത് സന്നദ്ധ പ്രവർത്തകനും സഹായിക്കാം, ഏത് സംഘടനയ്ക്കും സഹായിക്കാം, ഏതൊരു സാധാരണ മനുഷ്യനും സഹായിക്കാം. അങ്ങനെ സഹായിക്കാനായി ഓടിയെത്തിയ ആയിരക്കണക്കിന് ആളുകളെ അറിയാമായിരിക്കുമല്ലോ അല്ലേ? അതാണ് യഥാർത്ഥ സേവനം. സേവനം എന്നത് ഒരു ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് പറയിപ്പിച്ച് തെളിയിക്കേണ്ട ഒരു കാര്യമല്ല. ദുരിതത്തിലായ ഒരാളുടെ കണ്ണീരൊപ്പാൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ അംഗീകാരം. ചേച്ചിയുടെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഒരു സംശയം മാത്രമാണ് തോന്നുന്നത് കേട്ടോ, ഇതൊരു ദുരിതാനുഭവം പങ്കുവയ്ക്കലാണോ, അതോ ഇനി ആരെങ്കിലും വെള്ളപൂശാനും മറ്റൊരാളെ കുറ്റപ്പെടുത്താനുമുള്ള ഒരു രാഷ്ട്രീയ നിറവേറ്റലിന്റെ ഭാഗമാണോ? പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, പ്രളയത്തിൽ മനുഷ്യരെ രക്ഷിച്ചത് രാഷ്ട്രീയം കൊണ്ടല്ല, മനുഷ്യർക്കൊപ്പം നിന്നതുകൊണ്ട് മാത്രമാണ്. നമുക്കറിയാമല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മത്സ്യത്തൊഴിലാളികൾ സ്വന്തം ബോട്ടുകളുമായി ഇറങ്ങിയത്, വിദ്യാർത്ഥികൾ സഹായവുമായി ഓടിയെത്തിയത്, ഓട്ടോ ഡ്രൈവർമാർ ഭക്ഷണം എത്തിച്ചു നൽകിയത്, സന്നദ്ധ പ്രവർത്തകർ രാവും പകലും പ്രവർത്തിച്ചത്, പല സംഘടനകളും പല മതസ്ഥാപനങ്ങളും നിരവധി സാധാരണ മനുഷ്യരും അവരെ കൊണ്ട് കഴിയുന്നതെല്ലാം ചെയ്തത്. അവർക്ക് അധികാരമൊന്നും ഉണ്ടായതുകൊണ്ടല്ല, മനുഷ്യത്വം ഉണ്ടായതുകൊണ്ടാണ്. അതുകൊണ്ട് സേവനത്തെ രാഷ്ട്രീയത്തിന്റെ അളവുകോൽ വെച്ച് ഒരിക്കലും അളക്കരുത്. ദുരിതത്തിന്റെ പേരിൽ രാഷ്ട്രീയം വിറ്റഴിക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരെയൊക്കെ ഒരു നേരത്തെ ഭക്ഷണം പോലും എത്തിക്കാൻ ഓടിയിറങ്ങിയ പേരറിയാത്ത മനുഷ്യരെയാണ് സമൂഹം എന്നും ഓർക്കുക. ഒരു പിടി ചോറിന്റെ കഥ പറയുമ്പോൾ ആ ചോറ് പാകം ചെയ്ത കൈകളെയും നമ്മൾ ഓർക്കണം. ഒരു മുട്ടക്രോസ് തോരനെ കുറിച്ച് പറയുമ്പോൾ അത് ക്യാമ്പിലെത്തിക്കാൻ വെള്ളമൊക്കെ താണ്ടി നടന്ന മനുഷ്യരെയും നമ്മൾ ഓർക്കണം. ഒരു മാങ്ങാച്ചാറിന്റെ കഷ്ണത്തെക്കുറിച്ച് പറയുമ്പോൾ അന്ന് സ്വന്തം വിശപ്പ് പോലും മറന്ന് മറ്റൊരാൾക്ക് ഭക്ഷണം വിളമ്പിയ സന്നദ്ധ പ്രവർത്തകരെ ഓർക്കണം. കാരണം പ്രളയത്തിന്റെ ഏറ്റവും വലിയ കഥ ഭക്ഷണമല്ല, മനുഷ്യത്വമാണ്.